നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൻ്റെ കഥ പറയാൻ കുറച്ച് ലേറ്റായിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഞാൻ വാവേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ കഥയിൽ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടാകുന്ന ചന്ദ്രമതി ശ്രുതിയും കൂടിയിട്ട് രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു വയ്ക്കുന്ന കാര്യത്തിനെ പറ്റി സംസാരിച്ചു. ചന്ദ്രമതി പറയുന്നുണ്ട് ശ്രുതിയോട് എത്രയും പെട്ടെന്ന് ആഭരണങ്ങൾ നീ തിരിച്ചു കൊണ്ടുവരുന്ന വെക്കണമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നത് ഞാൻ എങ്ങനെ പൈസ ഉണ്ടാക്കി വയ്ക്കുക അമ്മയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നു, നിനക്കറിയാലോ സച്ചിൻ നിന്നെ ഇവിടെ ഓടിച്ചിട്ട് തല്ലാറില്ല, നിനക്കറിയാലോ അവൻ്റെ കൈയുടെ ചൂട് നീ നല്ലോണം അറിഞ്ഞോനല്ലേ, അപ്പോൾ ഇനിയും നീയാണ് സ്വർണ്ണം എടുത്ത് വെച്ചതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി എങ്ങനെ പെരുമാറും നിനക്കറിയാലോ, അതുകൊണ്ട് അതിനുള്ള ഇടവരുത്തേണ്ട, എത്രയും പെട്ടെന്ന് സ്വർണ്ണാഭരണം തിരിച്ചുകൊടുന്ന് വെച്ചോ, ഇനി ഇതിലേക്കൊന്നും എന്നെ വലിച്ചഴിക്കരുത് കൊണ്ട് ചന്ദ്രമതി പോകുന്നു. പോയിട്ട് ചന്ദ്രമതി പോണ സമയത്ത് ശ്രുതി ഇരുന്ന് ആലോചിക്കുന്നു, ദൈവമേ ഞാൻ എവിടെ നിന്ന് ഈ പൈസ ഉണ്ടാക്കുമെന്ന് ആലോചിക്കണം. ഈ സമയത്ത് രേവതിയും സച്ചിയും കൂടി വർഷയുടെ അടുത്ത് പോയിട്ട് വർഷയെ കൊണ്ട് നടപ്പിലാക്കിയ പ്ലാൻ ഫലിക്കാതെ അവരിങ്ങനെ കാറിൽ വരുമ്പോൾ രേവതി പറയണം ഇപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ സച്ചി പറയണം, ഒരു സംശയമില്ല രേവതി, സ്വർണ്ണം എടുത്തേക്കുന്നത് ശ്രുതി അമ്മയും തന്നെയാണ്, അത് 100% ഉറപ്പാണ്, നമുക്കത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം എന്ന് പറയാണ്. അങ്ങനെ ഒരു കാർ ഒരു ഭാഗത്ത് ഒതുക്കിയിട്ടിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സച്ചി പറയണം, എനിക്കിത് അങ്ങനെ മനസ്സിന്ന് പോകുന്നില്ലേ പറയുമ്പോൾ രേവതി പറയണം, സച്ചിയേട്ടാ നിങ്ങൾ ഇതന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കല്ലേ, എനിക്ക് പേടിയാവും നിങ്ങളുടെ അവസ്ഥ എന്താവും, നിങ്ങൾ ഇതന്നെ മനസ്സിലിട്ട് നടക്കല്ലേ, നിങ്ങളത് വിട്, നമുക്കത് കണ്ടുപിടിക്കാം, അല്ലെങ്കിലും സത്യം എല്ലല്ലേ തെളിയുള്ളൂ, നുണയല്ലേ പെട്ടെന്ന് വരിക എന്നൊക്കെ പറയണം. അപ്പോൾ സച്ചി പറയും, എനിക്കതെൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, അത് എന്ത് വന്നാലും പോവില്ല, അതിൻ്റെ കള്ളനെ കണ്ടുപിടിക്കാതെ എനിക്ക് യാതൊരുവിധ നിവർത്തിയില്ല എന്നൊക്കെ പറയണം. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ പറയണം, നമുക്കൊരു കാര്യം ചെയ്യാം, ബാമാൻറ്റിയുടെ വീട്ടിൽ പോകാം, ബാമാൻറ്റിയോട് ചോദിക്കാം, അമ്മയുടെ കളിക്കൂട്ടുകാർ മനസാക്ഷി സൂക്ഷിപ്പുകാരല്ലേ, ബാമാൻറ്റിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂടി ബാമാൻറ്റിയുടെ വീട്ടിൽ പോകുന്നു. രേവതി വരുന്നില്ല, രേവതി കാറിൽ തന്നെ ഇരിക്കട്ടും. സച്ചി ബാമാൻറ്റിയുടെ വീട്ടിൽ പോയി കോളിമ്പെല്ലാം അമർത്താൻ പോണ സമയത്ത് ഈച്ച വിളിക്കുമ്പോൾ ഈച്ചയോട് സച്ചി പറയാണ്, ഈച്ചയെ ഞാൻ വേറൊരു സ്ഥലത്താണ്, സ്വർണ്ണത്തിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്, ഞാൻ വേറൊരാളെ കാണാൻ വന്നേക്കാണ്, നീ എന്തെങ്കിലും അത്യാവശ്യം പിന്നെ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി ഈച്ചയുടെ ഫോൺ കട്ട് ചെയ്തിട്ട് ബാമാൻറ്റീനെ വിളിക്കാൻ വേണ്ടി കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ബാമാൻറ്റി വന്ന് വാതിൽ തുറക്കുന്നു. ബാമാൻറ്റി വന്ന് വാതിൽ തുറന്നിട്ട് സച്ചിയെ കാണുമേ, സച്ചിയോ എന്താ ചോദിക്കുമ്പോൾ പറയാ, ഒന്നുമില്ല, ഞാൻ ഇതുവരെ അടുത്ത് വരെ ഓട്ടം വന്നത്, അപ്പോൾ ബാമാൻറ്റീനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് കയറിയതാന്ന് പറഞ്ഞിട്ട് എന്നെ വാ അകത്തേക്ക് വാ പറയുന്നു. സച്ചീനെ കയറ്റിയിരുത്തുന്നു ബാമ. അത് കഴിഞ്ഞിട്ട് സച്ചി പറയും, ഇതിൽ കുറച്ച് ഫ്രൂട്ട്സ് ആൻറ്റി എന്ന് പറയുമ്പോൾ, ഫ്രൂട്ട്സോ എന്തിനാ നീ ഇതൊക്കെ മേടിച്ചിട്ട് വന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, എനിക്കറിയാം ചെറുപ്പത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള ബാമാൻറ്റിയാണ്, എൻ്റെ അമ്മയെക്കാട്ടിലും കൂടുതൽ. എൻ്റെ അമ്മ എന്നെ വഴക്ക് പറയുമ്പോഴൊക്കെ ബാമാൻറ്റി അമ്മേനെ ചീത്ത പറയായിരുന്നു, എനിക്കറിയാം ബാമാൻറ്റിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളെ മക്കളെപ്പോലെ ഇല്ലേ ബാമാൻറ്റി കരുതണം. അപ്പോൾ ബാമ പറയും, എൻ്റെ മക്കളെന്നെ നോക്കണില്ല, തിരിഞ്ഞു നോക്കണില്ല, എങ്കിലും നിങ്ങളെ ഞാൻ എൻ്റെ മക്കളെപ്പോലെയാണ് കരുതിയേക്കുന്നത്, ആ ഒരു സ്നേഹം എനിക്ക് നിങ്ങളോടുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ പറയുമ്പോൾ സച്ചിയോട് പറയും, നീ എന്തായാലും അച്ഛമ്മയുടെ കയ്യിലത്തെ സർപ്രൈസ് ഗിഫ്റ്റ് അടിച്ചെടുത്തൂലേ, നീയും രേവതിയും കൂടിയിട്ട് നന്നായി, നല്ലൊരു സമ്മാനമാണല്ലോ നീ അച്ഛമ്മയ്ക്ക് കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, ആ സമ്മാനം കൊടുക്കാനല്ലായിരുന്നു ആൻറ്റി, എൻ്റെ മനസ്സിൽ വേറൊരു സമ്മാനം കൊടുക്കാനായിരുന്നു പറയും. അപ്പോൾ മാമ ചോദിക്കും, എന്ത് സമ്മാനമായിരുന്നു സച്ചി ചോദിക്കുമ്പോൾ പറയും, ഞാൻ അച്ഛമ്മയ്ക്ക് ഒരു മാല മേടിച്ചു കൊടുക്കണം എന്നാണ് വിചാരിച്ചത്, രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റിട്ട് മാല മേടിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുണ്ടായെന്ന് പറയുമ്പോൾ എടുത്ത വഴിക്ക് പെട്ടെന്ന് ബാമയുടെ വായി എന്നത് പൊട്ടാണ്. ബാമ ചോദിക്കുകയാണ്, അതിന് എങ്ങനെ വിൽക്കാൻ പറ്റും, അത് റോൾഡ് ഗോൾഡ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ ബാമയുടെ മുഖത്ത് കേൾക്കുമ്പോൾ ബാമ ഇങ്ങനെ ആകെ അയ്യത്തട പറഞ്ഞത് അബദ്ധമായി എന്നുള്ള ഭാഗത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, അതെങ്ങനെ ബാമാൻറ്റിക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ ബാമ പറയുന്നു, വേറെ ഒന്നല്ല, ചന്ദ്രൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയണം. അപ്പോൾ സച്ചി പറയാം, അതെ അത് റോൾഡ് ഗോൾഡ് ആയത് എങ്ങനെയാണെന്ന് ബാമാൻറ്റിക്ക് അറിയാമോ ചോദിക്കുമ്പോൾ, അതെങ്ങനെ എനിക്കറിയാനാ സച്ചി, എനിക്ക് അടുപ്പത്ത് കറിയുണ്ട്, നിനക്ക് ഞാൻ ചായ എടുത്ത് ചോദിക്കുമ്പോൾ ചായ വേണ്ട പറഞ്ഞു, എനിക്ക് അടുപ്പത്ത് കറിയുണ്ട് സച്ചി, ഞാനൊന്ന് പോട്ടെ എന്ന് പറയുമ്പോൾ ബാമാൻറ്റി അവിടെ ഇരിക്കുക, അതൊക്കെ അവിടെ നിന്ന് ആയിക്കോളും, ബാമാൻറ്റിക്ക് അറിയോ എങ്ങനെ അത് റോൾഡ് ഗോൾഡ് ആയി എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അല്ല ബാമാൻറ്റിക്ക് അറിയായിരിക്കുമല്ലോ, ഇല്ല ബാമാൻറ്റി അമ്മ വലിയ കൂട്ടുകാരല്ലേ, അതെ ഞങ്ങൾ മനസാക്ഷി സൂക്ഷിപ്പുകാരാണ്, ഞങ്ങൾ രണ്ടുപേരും പറയാത്ത രഹസ്യങ്ങളില്ല എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയാം, അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടാവില്ല ബാമാൻറ്റിയോട് എങ്ങനെയാണ് റോൾഡ് ഗോൾഡ് ആയിരുന്നത്, അതെങ്ങനെ ബാമയെ അതെങ്ങനെ ചന്ദ്രയ്ക്ക് അറിയുന്നത്, ചന്ദ്രയ്ക്ക് അറിയില്ലല്ലോ, ചന്ദ്ര എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാമ കിടന്ന് ഉരുളാണ്. അപ്പോൾ സച്ചി പറയാണ്, ബാമാൻറ്റി എന്നെ മോനെ പോലെ അല്ലേ കരുതേക്കണം, അത്രയും സ്നേഹം നിന്നല്ലേ ബാമാൻറ്റി ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ കൊണ്ട് നടന്നത്, എന്നെ ഒക്കത്ത് വെച്ച് നടന്നൊക്കെ ബാമാൻറ്റിയെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാമാൻറ്റി ഇത് പറയും, ബാമാൻറ്റി അത് എങ്ങനെയാണ് ബാമാൻറ്റി ആ സ്വർണ്ണം ആഭരണങ്ങൾ മാറിയിട്ട് മുക്കുപണ്ടായി എന്ന് ചോദിക്കുന്ന സമയത്ത് ബാമ പറയും, അത് പിന്നെ ചന്ദ്ര എന്ന് പറയുമ്പോൾ ബാമ അങ്ങനെ ആലോചിക്കുക, ഇവൻ എൻ്റെ വായുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ ദൈവം എങ്ങോട്ട് വന്നിട്ടുണ്ടാവുക എന്നിങ്ങനെ ബാമ ആലോചിക്കുന്ന സമയത്ത് ബാമയ്ക്ക് ഫോൺ വരികയാണ്. ഫോൺ വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ചന്ദ്രമതിയാണ്.
ആ ചന്ദ്രയെ പറയേ നിൻ്റെ മോൻ ഇവിടെ വന്നിട്ടുണ്ട് പറയും. മോനോ ആരാ വന്നേക്കണ ചോദിക്കുമ്പോൾ സച്ചിയാന്ന് പറയും. എന്നിട്ട് ബാമ പറയും ആ ശരി ഞാൻ വിളിക്കാം ചന്ദ്രയെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് സച്ചിയോട് പറയും, സച്ചിയുടെ അടുത്ത് അപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് പിന്നെ ചന്ദ്ര എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സച്ചി ബാക്കി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഫോണൊക്കെ റെക്കോർഡ് ഓൺ ചെയ്തിട്ട് റെഡി ആയിട്ടാണ് ഇരിക്കണം. പക്ഷേ ബാമ അപ്പോൾ എഴുന്നേറ്റിട്ട് സച്ചി എൻ്റെ കറി ഇപ്പോൾ കരിഞ്ഞിട്ടുണ്ടാവും, അതൊന്നിനും പറ്റാത്ത അവസ്ഥയൊന്നും നീ ചെല്ല് പറയും. അപ്പോൾ ബാമേൻ്റെ ചെല്ല് സച്ചി പറഞ്ഞിട്ട് അങ്ങനെ ബാമ സച്ചിയെ പറഞ്ഞു വിടാൻ. അങ്ങനെ സച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാമ വിചാരിക്കണോ ചന്ദ്രയുടെ കോള് വന്ന് നന്നായി, ഇല്ലെങ്കിൽ ഇവനെല്ലാം എൻ്റെ അടുത്തുനിന്ന് ചകഞ്ഞെടുത്തേനെ എന്ന് പറയാണ്. അത് കഴിഞ്ഞു സച്ചി വീണ്ടും ബാമയും പറഞ്ഞില്ല. അപ്പോൾ സച്ചിക്ക് ആകെ ദേഷ്യം വന്ന് സച്ചി കാറിൽ വരുമ്പോൾ രേവതി പറയണ സച്ചിയേട്ട അങ്ങനെ ദേഷ്യപ്പെടല്ലേ സച്ചിയേട്ട, അത് എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടും, എന്തായാലും സത്യങ്ങൾ മെല്ലല്ലേ വരുള്ളൂ. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും മേഘങ്ങൾ ഇതാവണ പോലെയാണ് സത്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ നിൻ്റെ അച്ഛൻ ഇത്ര വലിയ ജ്ഞാനിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി ഒന്നും വേണ്ടല്ലേ. ഈ സമയത്ത് സച്ചിക്ക് കോള് വരികയാണ്. വേറെ ആരല്ല, സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷാണ് വിളിക്കുന്നത്. മഹേഷ് വിളിച്ചിട്ട് പറയും, സച്ചി എടാ നമ്മുടെ ഈ ടാക്സി സെൻ്ററിൻ്റെ അടുത്തൊരു കടയിൽ ഹോം അപ്ലയൻസസ് സാധനങ്ങൾ മുഴുവൻ പകുതി വിലയ്ക്ക് വിറ്റഴിക്കണ്ടടാ, എനിക്കൊരു ഫ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞില്ലേ, ഒന്ന് തിരഞ്ഞെടുക്കാം, നീ ഒന്ന് വാടാ, എനിക്ക് ഒറ്റയ്ക്ക് സെലക്ട് ചെയ്യാൻ അറിയില്ല പറയുമ്പോൾ സച്ചി പറയും, മഹേഷ് എനിക്കിപ്പോഴൊന്നും നേരില്ല, നീ ഒറ്റയ്ക്ക് പോയി എടുക്കുമെന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ കട്ടിയുമ്പോൾ രേവതി പറയും, സച്ചിയേട്ട തന്നെ മനസ്സിൽ ചിന്തിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല അസുഖം വരും, നിങ്ങൾ മഹേഷേൻ്റെ കൂടെ പോയിട്ട് മഹേഷേനെ സഹായിക്കുക പറഞ്ഞിട്ട് രേവതി വിളിച്ചിട്ട് വരും, മഹേഷേട്ടാ സച്ചിയേട്ടൻ വരും കേട്ടോ എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, എന്താ പറയുന്നത് രേവതി, എനിക്ക് പോകാനുള്ളൊരു മൂഡൊന്നും ഇല്ല പറയുമ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ അങ്ങനെ പറയരുത്, അത് വിട് സച്ചിയേട്ടൻ വിട്, നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം, അത് മെല്ലെ കണ്ടുപിടിക്കും, എനിക്ക് അങ്ങനെ മെല്ലെ എന്ന് വെച്ചിട്ട് തള്ളിക്കളയാനൊന്നും പറ്റില്ല രേവതി, ഞാൻ എന്തായാലും അത് കണ്ടുപിടിച്ചിരിക്കും പറയും. കണ്ടുപിടിക്കുക. അപ്പോൾ സച്ചിയേട്ടൻ മഹേഷിനെ പോയി സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചിനെ ഉന്തിത്തള്ളി മഹേഷിൻ്റെ കൂടെ ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടി വിടുകയാണ്. അങ്ങനെ സച്ചിയും മഹേഷും കൂടിയിട്ട് ഫ്രിഡ്ജ് നോക്കാൻ പോകണു. അപ്പോൾ അവിടെ എല്ലാം പകുതി വിലയ്ക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫ്രിഡ്ജ് നോക്കാൻ പോകുമ്പോൾ അവിടെ ആ കട നടത്തുന്നത് വേറെ ആരുമല്ല, നമ്മൾ കുറച്ച് എപ്പിസോഡുകൾക്ക് മുമ്പ് അറിഞ്ഞിട്ടുണ്ട്, സുധിയുടെ കടയിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കള്ളത്തരം കാണിച്ച് കൊണ്ടുപോയി 2 വ്യക്തികൾ, ബിജു പിന്നെ അവൻ്റെ കൂട്ടാളി, അവരാണ് ആ കട നടത്തുന്നത്. അപ്പോൾ ഇവർ കയറി ചെല്ലുമ്പോൾ അവർ ചോദിക്കണം, എന്താ സാർ വേണ്ടി ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഫ്രിഡ്ജ് വേണം. ആ ഫ്രിഡ്ജ് വേണോ, തരാം സാർ, ഇവിടെ വില കുറവാണ് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ആകെ 5000 രൂപയുള്ള ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഫ്രിഡ്ജ്, പിന്നെന്താ 10000 രൂപയുടെ ഫ്രിഡ്ജ് ഉണ്ട്, അതിന് 5000 രൂപ തന്നാൽ മതി സാർ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഫ്രിഡ്ജ് കാണിക്കാൻ മഹേഷിനെ കൊണ്ടുപോയി അവർ ഫ്രിഡ്ജൊക്കെ നോക്കണ സമയത്ത് മഹേഷ് പറയണം, സച്ചി നോക്കടാ, ഇതാടാ നമ്മൾ സുധിയുടെ കടയിൽ നോക്കിയ ഫ്രിഡ്ജ് പറയാം, ഇതിന് എത്ര രൂപ ചോദിക്കുമ്പോൾ ഇതിന് 1500 രൂപയാണ് സാറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 5000 രൂപ തന്നാൽ മതി എന്ന് പറയണം. എങ്കിൽ ഫ്രിഡ്ജ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ കച്ചവടം ഉറപ്പിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോലീസ് കയറി വരുമ്പോൾ കൂട്ടത്തിലൊരുവൻ ബിജു ഓടിക്കോ പോലീസ് പറഞ്ഞിട്ട് കൂട്ടത്തിലൊരുവൻ ഓടി രക്ഷപ്പെടണം. അവൻ ബിജുവിനെ ഓടാൻ സമ്മതിക്കില്ല, അവനെ കിട്ടിയല്ലോ, അവനെ പിടിച്ച് വണ്ടി കയറ്റി പറയുമ്പോൾ സച്ചിയും മഹേഷിനൊക്കെ ഇതെന്താ ചോദിക്കുമ്പോൾ എന്താണെന്നോ അപ്പം തന്നെ ബിജുവിനായിട്ട് അടിക്കേണ്ട പോലീസായിട്ട്, ആ നാട്ടുകാരുടെ കടയിലത്തെ സാധനങ്ങൾ മുഴുവൻ കൊടുത്തിട്ട് നിങ്ങളിവിടെ പകുതി വിലയ്ക്ക് വിറ്റ് മിടുക്കന്മാരാവല്ലേ ചോദിക്കുമ്പോൾ സച്ചിയെ ഇവർ കള്ളന്മാരായിരുന്നു, അവർ മറ്റുള്ളവരുടെ കടയിൽ നിന്ന് അടിച്ചു കൊടുക്കുന്ന സാധനങ്ങളാണോ ഇങ്ങനെ വിറ്റിട്ടുണ്ടായിരുന്നു, ഇവന്മാരെ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സച്ചിയോടും മഹേഷിനോടും പോലീസുകാരൊക്കെ നിങ്ങളാരാ ചോദിക്കുമ്പോൾ ഞങ്ങളിവിടെ ഫ്രിഡ്ജ് മേടിക്കാൻ വന്നതാണ് പറയും, തൂക്കി പിടിച്ച് കയറ്റി 2 ജീപ്പിൽ എന്ന് പറയും. അപ്പോൾ എന്തിനാ സാർ ഞങ്ങളെ പിടിച്ച് കയറ്റാൻ, ഞങ്ങളിവിടെ ഫ്രിഡ്ജ് മേടിക്കാൻ വന്നല്ലേ, ഞങ്ങൾ വേറെ ഒന്നിനും വന്നതല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്തിനു വന്നതാണെങ്കിലും പകുതി വിലയ്ക്ക് ഒന്നാമത് ഗൃഹോപകരണങ്ങൾ തട്ടിക്കൊണ്ടുവരുന്നത് ഒരു ചുരുക്കം, അതിൽ നിന്ന് നിങ്ങൾ പകുതി വിലയ്ക്ക് മേടിക്കാൻ, അപ്പോൾ നിങ്ങളും കുറ്റക്കാർ തന്നെയാണ്, വേഗം ജീപ്പിക്കാരൻ്റെ കയ്യിന് വെറുതെ പണിയുണ്ടാക്കരുത് പറഞ്ഞിട്ട് പോലീസ് സച്ചിനെയും മഹേഷിനെയും അതുപോലെ ബൈജുവിനെയും പിടിച്ചിട്ട് ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുപോവാണ്, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അപ്പോൾ സച്ചിയും മഹേഷും പറഞ്ഞുകൊണ്ടിരിക്കണം, ഞങ്ങൾ തെറ്റുകാരല്ല സാർ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ, ആരോട് വേണമെങ്കിൽ ഞങ്ങളുടെ സ്വഭാവത്തിനെ പറ്റി ചോദിച്ചു നോക്ക്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കണം, അവിടെ വല്ലാണ്ടതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ സച്ചിനെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയാം പിടിച്ച് ലോക്കപ്പിൽ അടയ്ക്കുക 3 എണ്ണത്തിനും പറഞ്ഞിട്ട് ബിജുവിനെയും സച്ചിനെയും മഹേഷിനെയും കൂട്ടിയിട്ട് പോലീസ് പിടിച്ച് ലോക്കപ്പിൽ അടയ്ക്കണം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ദൈവമേ ചെയ്യാത്ത കുറ്റത്തിനാണല്ലോ കയറി കിടക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ, ഇവൻ ചെയ്ത പണി എന്താ, നിനക്ക് നാണുണ്ടോടാ നാട്ടുകാരുടെ സാധനങ്ങൾ കട്ടിട്ട് കൊടുന്ന് വിൽക്കാൻ. അപ്പം ബിജു പറയാണ്, കുറേ പൈസ ഞാൻ എന്തായാലും ഉണ്ടാക്കി, അത്യാവശ്യത്തിന് ഞാൻ സമ്പാദിച്ചിട്ട് പറയുമ്പോൾ ഒരു ഉളുപ്പില്ലാതെ അവൻ പറഞ്ഞിട്ടില്ലേ, നിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇടിക്കാൻ പോകുമ്പോൾ ബിജു പറയണേ, അതേ ഒരു കാര്യം ഞാൻ പറയാം, പോലീസുകാർക്ക് എൻ്റെ മേൽ കൈവയ്ക്കാം, അവർക്ക് അതിനുള്ള അവകാശമുണ്ട്, പക്ഷെ നീ എൻ്റെ മേൽ കൈവച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നീ എന്താ ചെയ്യാന്നോ, ഈ ഇതിൽ നിനക്കും കൂടി പങ്കുണ്ട് വേണ്ടി ഞാൻ പോലീസിന് മൊഴി കൊടുത്താൽ നീ ജയിൽ കയറേണ്ടി വരും എന്ന് പറയാണ്. അപ്പോൾ മഹേഷ് പറയണ, സച്ചി വേണ്ട, അവിടെ വെച്ചിട്ടൊരു പ്രശ്നം വേണ്ടെന്ന് പറയാണ് മഹേഷ്. അങ്ങനെ ഇവർ ലോക്കപ്പിൽ കിടക്കുന്ന സമയത്ത് ഇവർ ലോക്കപ്പിൽ കിടക്കുന്ന സമയത്ത് ഓരോ കടകളുടെ ഓണർമാർ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആൾ വരുമ്പോൾ ചോദിക്കും, അപ്പോൾ പോലീസ് പറയുന്നുണ്ട് എല്ലാ ഇവർ കട്ടെടുത്തിട്ടുള്ള കടകളുടെ ഓണർമാരെയൊക്കെ വിളിക്കണം, അവർ വന്നിട്ട് അവർ സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ബിജു നടത്തുന്ന കടയിലത്തെ സാധനങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തൽ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ
ഫസ്റ്റ് കടയുടെ ഓണർ വരികയാണ്, വന്നിട്ട് ചോദിക്കുകയാണ് തൻ്റെ കടയിലത്തെ സാധനങ്ങൾ ഇവിടെ ഉണ്ടോ? ഇവർ കട്ടത് ചോദിക്കുമ്പോൾ പറയും ഉണ്ട് സാർ, ഒരു ഫ്രിഡ്ജ് വെച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട് പറയുകയാണ്. അപ്പോൾ ശരി, എന്നാൽ താനത് കൊണ്ടുവെക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലീസ് പറയാൻ അയാൾ പോകണം. പിന്നെ രണ്ടാമത് വരുന്നത് ആരാന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, സാർ എസ് ഐ സാർ എന്നെ ഇഷ്ടമാണ്, എസ് ഐ സാർ എവിടെയെന്ന് ചോദിച്ചിട്ട് അയാൾ ഓടി പഞ്ഞു വരുന്നുണ്ട്. വേറെ ആരുമില്ല, നമ്മുടെ സുധിയാണ് അത് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ബൈജു ചോദിക്കേണ്ട പോലീസുകാരനോട് ചായ കിട്ടുമോ സാറേ? നിനക്ക് ചായയല്ല ഞാൻ തരണത് എന്നിട്ട് പോലീസുകാരൻ ബൈജുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ജയിലിൽ കിടക്കുന്നതൊരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ആളുടെ സംസാരം. അത് കഴിഞ്ഞ് സുധി കയറി വരുമ്പോൾ സച്ചി പറയണേ സുധിയോ ഇവനെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ സുധിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുപോയത് അതിലുണ്ടോ? സാർ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു സാർ, ഞങ്ങളുടെ കടയിൽ നിന്ന് കൊണ്ടുപോയി ഒരു സാധനം അതിലില്ല സാർ എന്ന് പറയുകയാണ്. അപ്പോൾ പോലീസുകാർ ചോദിക്കും ഒരു സാധനമില്ല സാർ, ആ ലിസ്റ്റ് കാണിച്ചാൽ നോക്കട്ടെ പറയുമ്പോൾ സുധി മൊബൈലിൽ നിന്ന് ലിസ്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. 3 വാഷിംഗ് മെഷീൻ, 2 ഫ്രിഡ്ജ്, 2 AC, 3 AC, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, ഇങ്ങനെയോ, എത്ര ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൊണ്ടുണ്ടായിരുന്നു? 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൊണ്ടുണ്ടായിരുന്നു സാർ, അതിൽ 4 ലക്ഷം രൂപ ഞാൻ ഡീലർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ഈ 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഡീലറുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് പൈസ കൊടുക്കാൻ, താനെന്തിന് 5 ലക്ഷം രൂപയ്ക്ക് വേറെ ആളുടെ അടുത്ത് നിന്ന് കടം മേടിച്ചു എന്ന് പറഞ്ഞേ? അത് സാർ 1 ലക്ഷം രൂപ വീട്ടിൽ കൊടുക്കണ്ടേ, ലാഭം ഉണ്ടായി എന്ന് ഭാര്യയ്ക്ക് അറിയാലോ, അപ്പോൾ അത് വീട്ടിൽ കൊടുക്കാൻ വേണ്ടി വീട്ടുകാർക്കൊന്നും അറിയില്ല ഈ കാര്യങ്ങളൊന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലക്ഷം രൂപ വേണ്ടി കൂട്ടിയിട്ടാണ് എടുത്തത്. അങ്ങനെ 5 ലക്ഷം രൂപയാണ് ഞാൻ കടം മേടിച്ചിട്ടാണ് സാർ ഞാനിത് റോൾ ചെയ്തത് പറയണം. അപ്പോൾ സച്ചി, ദൈവമേ എടാ കള്ള, ഇത്രയും കാര്യങ്ങളൊന്നും നീ വീട്ടിൽ പറഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നീ വീട്ടിലൊന്നും പറയാതെ എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കില്ല, എന്തായാലും ഇത് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നിട്ട് സച്ചി സുധി പറയണ കാര്യങ്ങൾ മുഴുവൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനെ സുധി കഥകളൊക്കെ പറയുകയാണ്. ഇങ്ങനെ എന്നെ ആൾക്കാർ വന്നതും 5 ലക്ഷം രൂപയ്ക്ക് സാധനങ്ങൾ കൊണ്ടുപോയതും അല്ല 4 ലക്ഷം രൂപ ഡീലർക്ക് കൊടുക്കാനുണ്ടായിരുന്നതും, അങ്ങനെ 5 ലക്ഷം രൂപ ഇവിടുന്ന് സംഘടിപ്പിച്ച് 4 ലക്ഷം രൂപ ഡീലർക്ക് കൊടുത്ത് ബാക്കി 1 ലക്ഷം രൂപ ലാഭമാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തതും എല്ലാം സുധി പറയണത് മുഴുവൻ സച്ചി റെക്കോർഡിൽ പകർത്തുന്നുണ്ട്. അങ്ങനെ സുധിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ സച്ചി റെക്കോർഡിൽ പകർത്തുന്നുണ്ട്. അപ്പോൾ സുധിയുടെ കള്ളത്തരം എന്തായാലും സച്ചിയുടെ കയ്യിൽ തെളിവായിട്ട് കിട്ടി എന്നുള്ളതിൻ്റെ തെളിവാണിത്. അപ്പോൾ ഇനി മെല്ലെ മെല്ലെ രേവതിയുടെ ആഭരണത്തിൻ്റെ കഥയും പുറത്തേക്ക് വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയതിന് എല്ലാവരോടും ഒരുപാട് സോറി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്